ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് വിളിക്കും. ഇത് പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഒരു കുറച്ച് ഫാമിലികളിൽ മാത്രമായിട്ട് വസ്തുവകകളും അല്ലെങ്കിൽ മറ്റ് ഡീലിങ്സും, അതായത് നിങ്ങൾക്കറിയാം നെല്ല് ഉൽപാദനമൊക്കെ ഒരു കുറച്ച് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു അല്ലയോ. വലിയ വലിയ ഫാമിലികളാ, അവർക്ക് നെല്ല്, അടയ്ക്ക, അതുപോലെ തന്നെ തേങ്ങ, ഇതെല്ലാം ഇഷ്ടം പോലെ അവർക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നു, വെട്ടിയെടുക്കാനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിനെല്ലാം ഹെഡ് ഓഫ് ദ ഫാമിലി ആയിട്ടുള്ള കാരണവർ എന്ന് വിളിക്കുന്ന ആളാണ് അതെല്ലാം നോക്കി നടത്തുന്നത്. അപ്പൊ അതിനെ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്തു. അതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഹെഡ്, അതായത് മെയിൽ മെമ്പർ, അതിനകത്തെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ് ഈ പറയുന്ന ബിസിനസിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഏത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ഹെഡ് എന്ന് വിളിക്കുന്നത് ആരായിരുന്നു? ആ ഫാമിലിയിലെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് കാരണവർ എന്നായിരുന്നു. ആരെന്ന് വിളിക്കുക? കാരണവർ അല്ലെങ്കിൽ കർത്ത. കാരണവർ അല്ലെങ്കിൽ ആരാ? കർത്ത എന്ന് വിളിക്കാം. KARTHA, കർത്ത എന്നായിരുന്നു വിളിക്കുന്നത്. ഓക്കെ. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ അതില് പണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്നിരുന്ന സമയത്ത് ഈ അവർക്ക് ഇഷ്ടം പോലെ വസ്തുവകകളെല്ലാം ഓരോ കുടുംബത്തിൻ്റെതായി മാത്രമുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി കാണണമെങ്കിൽ അതൊരു വലിയ ഒരു കൂട്ടം ആളുകൾ വേണമായിരുന്നു. അതിനവർ പുറത്തു നിന്നുള്ള ആളുകളൊന്നുമില്ല, അവരുടെ കുടുംബത്തിലെ തന്നെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരുന്നു അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കിയിരുന്നത്. ബാക്കിയുള്ള മെമ്പേഴ്സ് അതിനകത്ത് അംഗം, അതും മെയിൽ മെമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് അംഗങ്ങളായിട്ട് വരുന്നതും. അപ്പൊ ഇവരുടെ ഈ വസ്തുവകകളും മറ്റു കാര്യങ്ങളും കൃഷിയും എല്ലാം നോക്കുകയും അതിൽ നിന്നുള്ള ആദായങ്ങൾ നോക്കുകയും അതിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടെന്ന് നോക്കുകയും ചെലവ് എത്ര എടുത്തു എന്നൊക്കെ നോക്കുകയും അങ്ങനെ നോക്കിക്കാണുന്ന ആ ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് കർത്തയാണെന്നും കർത്ത എന്നാണ് ആ ഹെഡിനെ വിളിക്കുന്നത്. അതുപോലെ ഇതിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡുമാണ്. ലയബിലിറ്റി എന്തുമാണ്? അൺലിമിറ്റഡുമാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അതിനെപ്പറ്റി പറഞ്ഞാൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഫസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ HUF എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് ഏതാ പറയുന്നത്? ഫസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചാൽ HUF അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി. അതുപോലെ അതിന്റെ ഹെഡ് ആരാണ്? കർത്ത. അതിന്റെ ലയബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി.